വീണ്ടും പശ്ചിമേഷ്യ കത്തുന്നു. അടിച്ചും തിരിച്ചടിച്ചും വീണ്ടും തകർക്കുമെന്ന് ആക്രോശിച്ചും ഇറാനും ഇസ്രായേലും. എല്ലാം കണ്ട് ഗതികെട്ട രാജ്യവും ഭരണാധികാരിയുമായ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇറാൻ ആദ്യമായി വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി 10ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഹൈഫ, ടെല്ലവീവും മധ്യ ഇസ്രായേൽ എന്നിവിടങ്ങളിലായിരുന്നു ഇറാന്റെ ആക്രമണം ഗൾഫ് നാടുകളിലെ അമേരിക്കൻ ബേസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയതായി വാർത്ത വരുന്നു. വിദേശ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇറാൻ വടക്കൻ ഇസ്രായേലിലേക്ക് ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ പല തരംഗങ്ങളിലായി വിക്ഷേപിച്ചുവെന്നാണ്. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനം ഭൂരിഭാഗവും തടഞ്ഞെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഏപ്രിലിൽ നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷമുള്ള ഇറാന്റെ ആദ്യ നേരിട്ടുള്ള മിസൈൽ ആക്രമണമാണിത്. എന്നാൽ ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഇറാനിലും ഇന്ന് രാവിലെ ശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം ഇറാൻ വീണ്ടും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. മധ്യ വടക്കൻ ഇസ്രായേൽ സൈറണുകൾ മുഴങ്ങിയതായും ഇറാനിൽ നിന്ന് മിസൈലുകൾ വന്നതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ പല മിസൈലുകളും തടഞ്ഞതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും പലതും ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഈ പുതിയ മിസൈൽ ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളും വരുന്നു. അതേസമയം യെമനിലെ ഹൂത്തികളും ഇസ്രായേലിലേക്ക് മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലബനൻ നേരെയുള്ള ഇസ്രായേലിന്റെ കടുത്ത ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഇസ്രായേലിന് ഒരു റെഡ് ലൈൻ നിശ്ചയിച്ചിരുന്നു. ഇസ്രായേൽ ബൈറൂത്തിനെ ആക്രമിച്ചാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നായിരുന്നു അന്ന് ഇറാൻ പറഞ്ഞത്. ഇസ്രായേൽ അത് മുഖവിലക്കെടുക്കാതെ ആക്രമണം തുടർന്നതാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ ആക്രമണത്തിന് കാരണം. ഈ ആക്രമണത്തിലൂടെ ഇറാൻ ഇസ്രായേലിനെ ബോധ്യപ്പെടുന്നത് തങ്ങളുടെ വാക്കുകൾ വെറും വാക്കുകളല്ല എന്നുള്ളതാണ്. അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്ന സമാധാന വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് ഈ സംഭവം വലിയ തിരിച്ചടിയാകുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. യുദ്ധം 100ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നേരിട്ടുള്ള ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ട്രംപിന്റെ അപ്രമാദിത്വത്തെ ഇറാനും ഇസ്രായേലും അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതിന് തെളിവാണ് ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം നടന്നയുടനെ തന്നെ ട്രംപ് നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെ ഒരു പ്രത്യാക്രമണത്തിൽ നിന്നും വിലക്കിയിരുന്നു. അതിനുശേഷം ട്രംപ് വീരവാദം മുഴക്കിയത് ഇപ്പോഴും നിയന്ത്രണം തന്റെ കയ്യിൽ തന്നെയാണെന്നും സമാധാന കരാർ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നുമായിരുന്നു. എന്നാൽ ട്രംപിന്റെ ആ വിശ്വാസത്തെ തകിടമറിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയത്. വിദേശ മാധ്യമങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തിരിച്ചടി നടത്തിയിട്ടുണ്ട് എന്നാണ്. ഇത് ഏപ്രിലിലെ വെടിനിർത്തലിന് ശേഷം ഇറാന്റെ മണ്ണിൽ നടന്ന ആദ്യത്തെ ഇസ്രായേൽ ആക്രമണമാണ്. ഇറാൻ ആക്രമണം നടത്തിയ മണിക്കൂറുകൾക്കകം ഇസ്രായേൽ വ്യോമസേന ഇറാനിലെ മധ്യ പടിഞ്ഞാറൻ മേഖലയിലുള്ള സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയായിരുന്നു. തെഹ്റാൻ, ഇസ്ഫഹാൻ, തബ്രീസ്, കർമാൻഷാ തുടങ്ങിയ നഗരങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന്റെ കൃത്യമായ നാശനഷ്ടങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല.